പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വെള്ളിയാഴ്ച ദിനത്തിൽ നോമ്പൊക്കെ എടുത്ത് അത് അഭിഷേകത്തോടു കൂടി നമുക്ക് മെയ് മാസം പകുതി ദിനങ്ങൾ കഴിഞ്ഞ കാര്യം അറിയാലോ അല്ലേ? നല്ലൊരു ഉണർവോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 43:4. അവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അതായത് ഈശോ പറയാണ്, സ്വർഗം പറയാണ് നമ്മളോട്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട്. നോക്കൂ സഹോദരങ്ങളെ, അതായത് ഈശോ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ഈ ലോകത്തിലെ ഞാൻ മാത്രമാണെങ്കിൽ യേശു എന്നെ എങ്ങനെ സ്നേഹിക്കും? അതുപോലെയാണ് ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത്. ഇതെങ്ങനെയും വലുത് മനസ്സിലായിട്ടാണോ ദൈവം സ്നേഹമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ അതുകൊണ്ട് അർത്ഥമാകുന്നത്? ഈ ലോകത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് എങ്കിൽ എത്രമാത്രം വലുതായിരിക്കുമോ ദൈവത്തിൻ്റെ, അതുപോലെയാണ് ഈ ലോകത്തിൽ ഓരോ വ്യക്തിയെയും കർത്താവ് നമ്മുടെ യേശു സ്നേഹിക്കുന്നത്. ഇത്ര വലിയ സ്നേഹത്തെ തിരസ്കരിച്ചതാണ് പ്രിയ സഹോദരങ്ങളെ പാപം എന്ന് പറയുന്നത്. ഇത്ര വലിയ സ്നേഹത്തെ, അതുകൊണ്ടാണ് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ലോകം പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥതാണ് ഈ ലോകത്തിൽ ഞാൻ മാത്രം എന്ന വണ്ണം എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ യേശു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു ഹോംവർക്കായിട്ടുള്ളത്, ഈ ദൈവസ്നേഹം എങ്ങനെ എനിക്ക് അനുഭവിക്കാൻ പറ്റും? അതൊരു വലിയ കാര്യമല്ല. സംഭവം ദൈവം സ്നേഹമാണ്, അല്ലെങ്കിൽ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പരമായി മനുഷ്യരെയും നിൻ്റെ ജീവനപരമായി ജനതകളുടെയൊക്കെ, അതൊക്കെ ശരി തന്നെ. ഈ സ്നേഹം എങ്ങനെ എനിക്ക് അനുഭവിക്കാൻ പറ്റും? ഒരു സഹോദരങ്ങൾ 5 മിനിറ്റ് നേരം ഹോംവർക്ക് ഇതാണ്: നിവർന്നിരിക്കണം, എന്നിട്ട് കണ്ണുകൾ അടയ്ക്കണം. അപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടാകും. എന്നിട്ട് ഇങ്ങനെ പറയണം: പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. 5 മിനിറ്റ് നേരം. വേറെ പല വിചാരങ്ങൾ പാടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഗ്നി നമ്മുടെ ഉള്ളിൽ കത്തും. നമ്മൾ ഏതൊക്കെ ബുദ്ധിമുട്ടുകളെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ മുകളിൽ ചവിട്ടി നിൽക്കാനുള്ള ഒരു കൃപ കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.